നമ്മൾ ആ മഹറം എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ നിയമത്തെ കസിൻ എന്ന പേരിൽ പൊളിച്ചില്ലേ? ആരാ അത്? അവളുടെ ആരാ? അവളുടെ ആങ്ങളെയാണോ? അവളുടെ ഭർത്താവാണോ? അവളുടെ ഒപ്പയാണോ? ആലോചിച്ച് നോക്കി. അല്ല, അവളുടെ കസിനാ. ആ കസിൻ എന്ന പേരോടുകൂടി മഹറം എന്നത് നമ്മൾ മാറ്റി. ഇങ്ങനെ ഇസ്ലാമിലെ ഹറാമുകളെ ഹലാലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പരലോക വിശ്വാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും നൽകുന്നതിന് പ്രധാനമാണ് എന്ന് അറിയുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ ഇന്നത്തെ പുതിയ തലമുറയുടെ മുന്നിൽ പരലോകം എന്ന് പറയുന്നത്, മരണം, മരണാനന്തരം എന്ന് പറയുന്നത്, ഖബർ ജീവിതം എന്ന് പറയുന്നത്, പരലോകത്തിലെ വിചാരണ എന്ന് പറയുന്നത്, സ്വർഗ നരകങ്ങൾ എന്ന് പറയുന്നതൊക്കെ സാങ്കല്പികമായ വിഷയങ്ങളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ നമ്മളുള്ളത്. പരലോകത്തെ പറ്റി ഇനി എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്ന, എത്ര കാലമായി പരലോകത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ആശങ്കപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്, ഈ ജീവിതത്തിന് ശേഷം ഒരു മറുജീവിതമുണ്ട് എന്ന തോന്നൽ തന്നെയാണ്, വിശ്വാസം തന്നെയാണ് നമ്മളെയൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുത്തുന്നതിൻ്റെയും പ്രധാന കാരണം. ആലോചിച്ച് നോക്ക് നിങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതം ഇതിന് ശേഷം മറ്റൊന്നില്ല എന്ന് ആയിരുന്നുവെങ്കിൽ ഇവിടെ ഇത്ര സൂക്ഷ്മതയോടെ നമ്മളൊന്നും വരുമായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ വസ്ത്രരീതി പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ, ലോകത്ത് പല നിറത്തിലുള്ള, പല കോലത്തിലുള്ള, പല രൂപത്തിലുള്ള, പല ഡിസൈൻ ചെയ്തിട്ടുള്ള വസ്ത്രരീതികളും ശൈലികളും ഒക്കെയുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ എന്നത്, എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പാടുള്ളൂ എന്നുള്ളത്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നത്, അതാണ് പരലോകം എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. ഒരു മാതാവ് വിദേശത്തുള്ള തൻ്റെ മകനെപ്പറ്റി ഒരു സങ്കടം പറയുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ആ ഉമ്മ പറഞ്ഞത്, ഇവിടെയൊന്നും ഒരു മരണ വീട്ടിൽ പോകുന്ന, മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്ന, ഒരു മയ്യത്തിനെ സന്ദർശിക്കുന്ന, ഒരു മയ്യത്തിനെ അനുഗമിച്ചുകൊണ്ട് ഖബറിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന ഒരു സമ്പ്രദായമോ ഒരു രീതിയോ ഒന്നും ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളൊക്കെ ഒരു ഇമാജിനറി വേൾഡിലാണ്, ഒരു സാങ്കല്പിക ലോകത്താണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ മാതാവ് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇസ്ലാം എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടേണ്ടുന്ന ഒരു കാര്യമാണെങ്കിൽ, പരലോക വിശ്വാസം എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ മാറ്റുന്ന ഒരു കാര്യമാണ് എങ്കിൽ, ആ പരലോക വിശ്വാസം നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് മരണവും മരണാനന്തര ചടങ്ങും കാര്യങ്ങളുമൊക്കെ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം എന്ന് പറയുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്തിനാണ് ഖബറുകൾ സന്ദർശിക്കേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത്? അത് നമുക്ക് കാണാൻ കഴിയുന്നത്, ഇതാ ഞാനും ഇങ്ങനെ വന്ന് കിടക്കേണ്ടിയിരിക്കുന്നു എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഈ ജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകൾക്കിടയിലും, ഈ ജീവിതത്തിൻ്റെ എല്ലാ ഓട്ടപ്പാഴ്ചലുകൾക്കുമിടയിലും ഞാനും ഒരു ദിവസം ഇവിടെ വന്ന് കിടക്കേണ്ടവനാണ്, ഇവിടേക്ക് വരേണ്ടവനാണ് എന്ന ബോധ്യം മനുഷ്യനുണ്ടാക്കുന്നതാണ്. എനിക്കും മരണമുണ്ട് എന്ന യാഥാർത്ഥ്യം അവനെ ബോധ്യപ്പെടുത്തുന്നതാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ, നമ്മളെയൊക്കെ ഇന്ന് നമ്മുടെ കുടുംബത്തിലൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ
നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബത്തിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അവിടേക്ക് ഞാനും നിങ്ങളും നമ്മുടെ മക്കളുമൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ആ മക്കളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ പോവുക. ഒരു ഓഡിറ്റോറിയത്തിലെ പരിപാടിക്ക് നമ്മളെ വിളിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിന് നമ്മൾ ഏറെക്കുറെ കുടുംബസമേതമുണ്ടാകും. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളൊരു മരണ വീട്ടിൽ എങ്ങനെയാണ് പോകാറുള്ളത്? ഒരു മരണ വീട്ടിൽ നമ്മൾ പോകാറുള്ളത് എങ്ങനെയാണ്? ആ മരണ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏറെക്കുറെ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാകുന്ന പക്വതയുള്ള, നന്മയും തിന്മയും തിരിച്ചറിയാവുന്ന പ്രായമുള്ള ഒരു മകനോ മകളോ ഉണ്ട് എങ്കിൽ അടുത്ത കുടുംബത്തിലെ അയൽപ്പക്കത്തിലേക്ക്, ആ മരണ വീട്ടിലേക്ക് നമ്മൾ എങ്ങനെയാണ് പോകാറുള്ളത്? ഒന്നിച്ചു പോകാറുണ്ടോ? ആലോചിച്ച് നോക്കുക നിങ്ങൾ. നമുക്കെപ്പോഴും ഫോർ വീലറിൻ്റെ ആവശ്യം വരുത്തപ്പോയാ അത് കുടുംബത്തിലെ കല്യാണത്തിനായിരിക്കും. കുടുംബത്തിലെ സന്തോഷം നൽകുന്ന ഇത്തരത്തിലുള്ള പരിപാടിക്കും പ്രോഗ്രാമിനുമൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ വാഹനം തികയാത്ത പരാതിയും പരിഭവവും നമ്മൾ പറയാറുണ്ട്. എന്നാൽ മരണ വീട്ടിലേക്കോ? ഞാനീ പറയുന്നത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ നമ്മുടെ പുതിയ തലമുറ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു, ഇന്നൊരു വീക്കെൻഡാണ്, അഥവാ ശനിയാഴ്ച ദിവസം. ജോലിക്ക് പോയിട്ടുള്ളതല്ലാത്ത, അത്യാവശ്യമായ പഠനവുമായി ബന്ധപ്പെട്ടിട്ടല്ലാത്ത, നമ്മൾ വിചാരിച്ചാൽ കൊണ്ടുവരാൻ പറ്റിയിരുന്ന നമ്മുടെ പെൺമക്കൾ ഇവിടെ ഉണ്ടോയെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മൾ വിചാരിച്ചാൽ കൊണ്ടുവരാൻ പറ്റുന്ന നന്മയുടെയും തിന്മയുടെയും കാര്യങ്ങൾ പഠിക്കേണ്ടുന്ന, മതപരമായ വിശ്വാസപരമായ, അള്ളാഹുവിനെ ഭയപ്പെട്ട് തെറ്റിലേക്ക് അകപ്പെടാൻ സാധ്യതയുള്ള ആ തലമുറ എവിടെ എന്ന ചോദ്യത്തിന് എനിക്കും നിങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ, നമ്മുടെ അടുക്കലുള്ള കുട്ടികളുടെ പ്രായം നോക്ക് നിങ്ങൾ. ആ കുട്ടികളുടെ പ്രായം നോക്ക് നിങ്ങൾ. ശരിയും തെറ്റും എന്തെന്നറിയാത്തൊരു പ്രായം. ആ പ്രായത്തിലുള്ള മക്കൾ ഇവിടെയുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ നിയന്ത്രണം തെറ്റിപ്പോകുന്ന ഒരു പ്രായമുള്ളവർ, ആ തലമുറ എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിലുണ്ട് എങ്കിൽ, അവർക്ക് വരാൻ പറ്റുമായിരുന്നുവെങ്കിൽ അവരെവിടെ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് കഴിയേണ്ടതില്ലേ? ഇതൊരു കല്യാണ സദസ്സായിരുന്നെങ്കിൽ, നമ്മൾ കുടുംബം പങ്കെടുക്കേണ്ടുന്ന ഒരു വിവാഹ ചടങ്ങായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ കുടുംബത്തോടെ സജീവമായി അവിടെ ഉണ്ടാകുമായിരുന്നു. ഞാനീ പറഞ്ഞത് കേവലം ഒരു വയലിൻ്റെ ക്ലാസ്സിന് മാത്രമല്ല, ഒരു QLSൻ്റെ ക്ലാസ്സിന് മാത്രമല്ല, ഒരു SYSൻ്റെ ക്ലാസ്സിന് മാത്രമല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു മരണ വീട്ടിലേക്ക് പോലും നമ്മൾ എത്ര പേരാണ് പോകാറുള്ളത് എന്നാണ്. ഒരു +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന മകളുണ്ട് എങ്കിൽ ആ മകളെ കൂട്ടി, ആ മകനെ കൂട്ടി ആ മരണ വീട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം മതപരമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ നമ്മൾ വിചാരിക്കുന്ന ഒരു ഇസ്ലാമികപരമായ ജീവിതം അവർക്കുണ്ടാവുകയുള്ളൂ. ഒരു വാപ്പ തൊട്ടടുത്തുള്ള മരണ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന മകനുണ്ട് എങ്കിൽ ആ മകനെയും കൂട്ടിയാണ് ആ വീട്ടിലേക്ക് പോകുന്നതെങ്കിൽ ആ മയ്യത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന, അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമികപരമായ വശം ആ മകൻ കേവലം പഠിച്ചു പോകുന്നതിനപ്പുറം അവൻ്റെ ജീവിതത്തിലായി നടപ്പിലാകാണ്. ഉപ്പ് അവിടെ നിന്ന് അങ്ങോട്ട് മയ്യത്തിനെ അനുഗമിച്ച് പള്ളിക്കാട്ടിലേക്ക് പോവുകയാണ്, ഖബറിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ആ മയ്യത്തിന് വേണ്ടിയുള്ള നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു. മകനും കൂടെയുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഖബറിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു. ആ ഖബറിൻ്റെ അരികിലേക്ക് ചെന്ന് ആ മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കുന്ന, പ്രാർത്ഥന ചെല്ലുന്ന, തസ്ബീഹ് ചെല്ലുന്നിടത്ത് ആ മകൻ്റെയും സാന്നിധ്യമുണ്ട് എങ്കിൽ അങ്ങനെ വളർത്തുന്ന ഒരവസ്ഥ നമുക്കുണ്ടോ എന്ന നമ്മൾ ആലോചിക്കാറുണ്ടോ? ഞാൻ ഈ പറയുന്നത് ഒരു മഹല്ലിൽ
ആ മഹല്ലിലെ ആളുകൾക്കിടയിൽ ഒരു യോഗം നടക്കുകയുണ്ടായി. ആ യോഗത്തിലെ പ്രധാനപ്പെട്ട കാര്യം ഇന്നതാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പെട്ട ഒരു മനുഷ്യൻ്റെ ഖബർ അവിടെയുണ്ട്. എന്നാൽ 10 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട മനുഷ്യൻ്റെ ഖബർ അവിടെയില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട മനുഷ്യൻ്റെ ഖബർ ആ മഹലിലുണ്ട്. എന്നാൽ തൊട്ടടുത്ത് 10 വർഷങ്ങൾക്കിടയിൽ മരണപ്പെട്ട മനുഷ്യൻ്റെ ഖബർ അവിടെയില്ല. ഇതാണ് ചോദ്യം, ഇതാണ് അവിടെയുള്ള ചർച്ച. ആ പള്ളി ഭാരവാഹികൾ പറഞ്ഞു, പള്ളിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു, ഇവിടെ ഏത് ഖബർ എത്ര കൊല്ലം മുമ്പുണ്ട് എന്നുള്ളതല്ല ഇവിടെ നോക്കുന്നത്. ആ ഖബറിൻ്റെ അടുക്കൽ ആള് വരുന്നുണ്ടോ, ഖബറിൻ്റെ അരികിൽ ആള് വരുന്നുണ്ടോ? കാട് കെട്ടി ഖബറിൻ്റെ ഒരു അടയാളവും ഇല്ലാതെ, ഒരു മനുഷ്യനും വന്നു നോൽക്കാനില്ലാത്ത, പ്രാർത്ഥിക്കാനില്ലാത്ത ഒരാളുടെയും സാന്നിധ്യമില്ല എന്ന് കണ്ടാൽ അവിടെ നമ്മൾ പുതിയ ഖബർ വരും. എന്നാൽ കൊല്ലങ്ങളോളം വർഷങ്ങളോളം മുമ്പ് മരണപ്പെട്ട മനുഷ്യൻ്റെ ഒരു ഖബർ അവിടെ ഉണ്ട് എങ്കിൽ ആ ഖബറിന് ആളുണ്ട് എന്നാണ്, ആ ഖബറിൻ്റെ അടുക്കൽ ആള് വരുന്നുണ്ട് എന്നതാണ്. ആലോചിച്ച് നോക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളെവിടെയൊക്കെ പോകുന്നുണ്ട്, എവിടെയൊക്കെ നമ്മുടെ മക്കൾ എത്തുന്നുണ്ട്. ഈ കൂട്ടത്തിലിരിക്കുന്നവരിൽ പിതാവ് മരണപ്പെട്ട, മാതാവ് മരണപ്പെട്ട ആളുകളുണ്ടാകും, ഒരുപക്ഷെ ഭർത്താവ് മരണപ്പെട്ടവരുണ്ടാകും. ആലോചിക്കുക, നമുക്ക് പോകാൻ സാധ്യമല്ലെങ്കിൽ നമ്മുടെ ആൺമക്കൾ പോകുന്നുണ്ടോ? പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു ആലോചന നമുക്കുണ്ടോ? ഇതൊക്കെയാണ് നിന്നത തലമുറയുടെ മുന്നിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത്. അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ആധുനികമായ ഭൗതികമായ എല്ലാം അവർക്ക് ലഭിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ദീനനുസരിച്ച് ജീവിക്കണമെന്ന് നമ്മളിങ്ങനെ പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്നതിനപ്പുറം ദീനനുസരിച്ച് ജീവിക്കുന്ന അടയാളങ്ങൾ, ദീനനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ കാര്യങ്ങൾ, ദീനനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ചില കാര്യങ്ങളായി പറഞ്ഞതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മയ്യത്തിനെ, ഒരു ജനാസയെ പിന്തുടർന്നാൽ, ഒരു ജനാസയുടെ മയ്യിത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ ഒരു ഉഹദ് മലയുടെ പ്രതിഫലം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ ആ ജനാസയെ പിന്തുടർന്ന് മയ്യിത്ത് നമസ്കാരത്തിൽ പങ്കെടുത്ത് ഖബറിൻ്റെ അരികിലേക്ക് ചെന്ന് പ്രാർത്ഥിച്ച് മടങ്ങി വരുന്നവനാണ് എങ്കിൽ അവന് 2 ഉഹദ് മലയുടെ പ്രതിഫലം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ഗൗരവം എത്രയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള ഇളയ തലമുറയോട്, പുതിയ തലമുറയോട് നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഒരു മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി, അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെപ്പറ്റി ചോദിച്ചു നോക്ക്. നിങ്ങൾ എത്ര പേർക്കറിയാം, എത്ര പേര് അത് അറിയുന്നുണ്ട്? എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറമുള്ള ഭൗതികമായ എല്ലാ കാര്യങ്ങളും അവർക്കറിയാവുന്ന, പഠിക്കാവുന്ന ഒരു കാലഘട്ടത്തിൽ ദീനിയായ ഒരു ചുറ്റുപാട് സൃഷ്ടിച്ചെടുക്കുക എന്നത് അത് വലിയ ഒരു ജിഹാദിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ദീനിയായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, ദീനിയായ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക, ദീനിയായ ചർച്ചകൾക്ക് വേദി ഒരുക്കുക, ദീനിയായ കാര്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുടുംബാന്തരീക്ഷത്തെ ബോധപൂർവം നമ്മൾ സൃഷ്ടിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെയുള്ളത്. പുതിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, നമസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ അത് എൻ്റെ ഉത്തരവാദിത്തത്തെ പറ്റിയും ഞാനത് എത്രമാത്രം നിർവഹിക്കണമെന്നതിനെ പറ്റിയുമൊക്കെ നമ്മൾ ഒരു തലമുറക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവസരം കിട്ടുമ്പോൾ നിർവഹിക്കേണ്ടതാണ് എന്ന് വിചാരിക്കുന്നൊരു കാലഘട്ടമാണ്. സുബഹി ജമാഅത്തിന് എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിച്ചാൽ, ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട്, ഒരു വ്യക്തിയുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആരാധന അത് മൗലിക അവകാശത്തിനെതിരാണെന്ന് സംസാരിക്കുന്ന ഒരു തലമുറയുടെ മുന്നിലാണ് നമ്മളുള്ളത്. നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിൻ്റെ മുന്നിലുള്ള ഉത്തരവാദിത്തമാണ് ഇത് എന്ന് പറഞ്ഞു കൊടുക്കാൻ, നിന്റെ ഉമ്മയാരെ എന്ന് പറഞ്ഞു കൊടുക്കാൻ, നിന്റെ ഉപ്പയോടുള്ള കടമയാരെന്ന് പറയാൻ 18 കഴിഞ്ഞാൽ ഉപ്പയുടെ വാക്കിന് വില കൽപ്പിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം, അതിന് അവകാശം കൊടുക്കുന്ന ഒരു കാലഘട്ടം, വ്യക്തി സ്വാതന്ത്ര്യം
ആ വ്യക്തി സ്വാതന്ത്ര്യത്തിനപ്പുറം വേറൊന്നുമില്ല. എന്നാൽ ഇസ്ലാം ഉണ്ടെങ്കിലോ, ഞാൻ എത്രയായാലും ഞാൻ ഒരു പിതാവായാലും എൻ്റെ പിതാവിൻ്റെ വാക്ക് കേൾക്കേണ്ടവനാണ്, മുഖവിലക്കെടുക്കേണ്ടവനാണ് എന്ന ബോധ്യം അവനുണ്ടാവുക ഈ ദീന് കൊണ്ട് മാത്രമാണ്. ഞാനൊരു ഉമ്മയാണ് എങ്കിലും എൻ്റെ ഉമ്മയുടെ വാക്കിന്, എൻ്റെ ഉമ്മയുടെ ആവശ്യങ്ങളെ പരിഗണിക്കേണ്ടവൾ കൂടിയാണ് ഞാനെന്ന് തിരിച്ചറിവുണ്ടാവുക ദീന് കൊണ്ട് മാത്രമാണ്, ഇസ്ലാം കൊണ്ട് മാത്രമാണ്. ആ ഇസ്ലാം എത്രമാത്രം നമ്മളിലേക്ക് ഉണ്ട് എന്നതും എത്രമാത്രം നമ്മുടെ തലമുറകളിലേക്ക് എത്തുന്നുണ്ട് എന്നും നമ്മൾ ആലോചിക്കേണ്ടതാണ്. അവിടെയാണ് ഈ പറഞ്ഞ പരലോക വിശ്വാസത്തിൻ്റെയൊക്കെ പ്രസക്തി. അപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു മാതാവ് ആ മാതാവിൻ്റെ ഉമ്മാക്ക് അഥവാ അവരുടെ ഉമ്മക്ക് തീരെ സുഖമില്ലാതായ സമയത്ത് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഉള്ളത് ആരാണ്? ഉമ്മാക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലാണുള്ളത്. ആ സ്ത്രീയുടെ ഒപ്പയുണ്ട്, പിന്നെ വേറെ ആരും പ്രത്യേകിച്ച് ആ വീട്ടിൽ ആരും ഇല്ല. അപ്പം ചെറിയൊരു കുട്ടിയുണ്ട്, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ഉമ്മയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നോക്കുന്നതിനിടയിൽ ഈ ചെറിയ കുട്ടി കൂടെ ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ട്. അപ്പോൾ 4 വയസ്സായുള്ള കുട്ടിയാണ്. അപ്പോൾ എന്താക്കി, കുറച്ചൊരു സുഖകരമാകാൻ വേണ്ടി ആ കുട്ടിക്ക് ഫോൺ കൊടുത്തു. ഉമ്മാനെ ഡിസ്ചാർജ് ചെയ്ത് വന്നു. ഈ 4 വയസ്സുള്ള കുട്ടിക്ക് ഉമ്മയില്ലാതെ എങ്ങോട്ടും പോകില്ല, ഉമ്മയില്ലാത്തൊരു അവസ്ഥയും ആ കുട്ടിക്ക് ഉണ്ടാകില്ല. അത്രയും ഉമ്മയോട് അടുപ്പമുള്ള ഇഷ്ടമുള്ള കുട്ടി, ഉമ്മയുടെ പിന്നാലെ ഇങ്ങനെ തൂങ്ങി നടക്കുന്നൊരു കുട്ടി. എന്നാൽ ആ ഉമ്മാനെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പം ഈ കുട്ടിക്ക് ഫോൺ കൊടുത്ത 4 വയസ്സുകാരന് പിന്നെ ഉമ്മാനെ കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ഉമ്മാൻ്റെ ഫോണ് മതി. 4 വയസ്സുകാരന് വരെ രാവിലെ മുതൽ രാത്രി കിടക്കുന്നത് വരെ എൻഗേജ് ആകാവുന്ന, അവൻ്റേതായത് കിട്ടാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളൊരു ലോകത്താണ് നമ്മളുള്ളത്. ആ 4 വയസ്സുകാരൻ അവന് ഇഷ്ടമുള്ളത് മാത്രം കാണാവുന്ന അവൻ്റേതായ ഒരു ലോകമല്ലേ, അല്ലേ? കിഡ് വേൾഡ് എന്നാ പറയുക, അല്ലേ? കിഡ് വേൾഡ്, ചെറിയ കുട്ടികളുടെ ലോകം. അതെന്തൊക്കെയാണ്? അത് അവരുടേതായിട്ടുള്ള കാർട്ടൂണുകളുടെ, അവരുടേതായിട്ടുള്ള കാർ റേസിങ്ങിൻ്റെ ഒക്കെ ഒരു ലോകം. അങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഈ തലമുറയെ മതപരമായ കാര്യങ്ങൾ കൂടുതൽ കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ദീനീയായ ഒരു ചുറ്റുപാട് സൃഷ്ടിച്ചെടുക്കാനുമൊക്കെ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗലോകത്തു നിന്ന് വരുന്ന സമയത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖുർആനിലെ 2-ാം അധ്യായം സൂറ ബഖറയിലെ 38-ാമത്തെ വചനാണ്. എന്താ വചനത്തിൽ പറയുന്നത്? ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തും, ഹിദായത്ത് നിങ്ങൾക്ക് വന്നെത്തും. ആ ഹിദായത്ത് നിങ്ങൾക്ക് വന്നെത്തിയാൽ, ആ ഉദ നിങ്ങൾക്ക് വന്നെത്തിയാൽ, നിങ്ങൾ അതിനെ പിന്തുടരുകയാണ് എങ്കിൽ, അതനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരില്ല, പ്രയാസപ്പെടേണ്ടി വരില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ആ സന്മാർഗത്തെ എത്രമാത്രം നമ്മളിലുണ്ട് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ വിലയിരുത്തേണ്ടത്. ആ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തെ സൃഷ്ടിച്ചെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു മാതാവ് ഒരു ആലിമിനോട് ചോദിക്കുന്നൊരു ചോദ്യം നമുക്ക് കാണാൻ കഴിയും. ആ ചോദ്യം ഇങ്ങനെയാണ്: ആ ഉമ്മ എല്ലാ ദിവസവും സുബൈ ജമാഅത്തിന് തൻ്റെ മകനെ വിളിക്കും, സുബൈ ജമാഅത്തിന്. അപ്പോൾ ആ സുബൈ ജമാഅത്തിന് മകനെ വിളിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ മകൻ എഴുന്നേൽക്കും, ചിലപ്പോഴൊന്നും എഴുന്നേൽക്കാറില്ല. അപ്പോൾ ഉമ്മ ഒരു മതപണ്ഡിതനോട് സംശയം ഉന്നയിച്ചു. ഞാൻ എൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ടോ? അതാണ് ഉമ്മാൻ്റെ ചോദ്യം. ഒരു ഉമ്മ എന്ന നിലയ്ക്കുള്ള എൻ്റെ കടമ നിർവഹിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ മകനെ സുബൈ ജമാഅത്തിന് വിളിക്കുന്നുണ്ട്,
അവന് സുബൈ ജമാഅത്തിന് പോകൽ ബാധ്യതയായിട്ടുള്ള പ്രായമാണ്. അവൻ നിർബന്ധമായിട്ടും പോകണം. ഞാൻ അവനെ വിളിക്കാറുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ അവൻ എഴുന്നേൽക്കും, ചിലപ്പോഴൊന്നും അവന് വരാറില്ല. പലപ്പോഴും അവന് വരാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷെ ഞാൻ വിളിക്കാറുണ്ട്, ഞാൻ അവനോട് പറയാറുണ്ട്, ഞാൻ അന്വേഷിക്കാറുണ്ട്, ഞാൻ ചോദിക്കാറുണ്ട്, എൻ്റെ ഉത്തരവാദിത്വം പൂർത്തിയായോ? ഇതൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകാവുന്ന ഒരു ചോദ്യമാണ്. എൻ്റെ ഉത്തരവാദിത്വം പൂർത്തിയായോ? ഒരു ഉമ്മ എന്ന നിലക്കുള്ള എൻ്റെ ബാധ്യത ഞാൻ നിർവഹിച്ചോ? ആ പണ്ഡിതൻ തിരിച്ച് മറുപടി പറയുന്നതിന് പകരം ഒരു ചോദ്യമാണ് ചോദിച്ചത്. എന്താ പണ്ഡിതൻ ചോദിച്ചു? ചോദ്യം ഇതാണ്: നിങ്ങളുടെ മകൻ കിടന്നുറങ്ങുന്ന റൂമിൽ ഒരു തീപിടുത്തമുണ്ടായി എന്ന് കരുതുക. ഒരു തീപിടുത്തമുണ്ടായി, 5 മിനിറ്റ് കൊണ്ട് അവൻ പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ ആ തീയിൽ വെന്ത് അവൻ മരണപ്പെടും. നിങ്ങൾ അവനെ 1 തവണ വിളിച്ചു, 2 തവണ വിളിച്ചു, 3 തവണ വിളിച്ചു, എൻ്റെ ഉത്തരവാദിത്തം അവസാനിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോകുമോ? അതല്ല, ആ തീപിടുത്തത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുമാറ് നിങ്ങൾ അവനെ വിളിച്ച് പുറത്ത് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. ആ ഉമ്മ പറഞ്ഞു, ഞാൻ ഒരിക്കലും എൻ്റെ മോനെ വിട്ടുകൊടുക്കൂല ആ തീക്ക്. ഞാൻ അവൻ എഴുന്നേൽക്കാനുള്ളത് എന്തെല്ലാമാണോ അതൊക്കെ ഞാൻ ചെയ്യുമെന്നാണ്. ആ സമയത്ത് ആ പണ്ഡിതൻ തിരിച്ചു ചോദിച്ചു, തകുന്നാറ കല്ലാ ഇന്നഹാ ലളാ നസ്സാഅത്തൻ ലിശ്ശവാ തദൂഉ മൻ അദ്ബറ വതവല്ല. കല്ലാ ഇന്നഹാ ലളാ, അതാ അങ്ങനെയല്ല. ആ നരകം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തലയോട്ടി പോലും ഉരിച്ചു കളയാൻ ശക്തിയായിട്ടുള്ള ഒരു നരകം. നസ്സാഅത്തുൽ ലിശ്ശവാ, മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ തലയോട്ടിയെ, മനുഷ്യൻ്റെ ശരീരത്തെ ഉരിച്ചു കളയാൻ, അതിൻ്റെ തൊലിയെപ്പോലും ഉരിച്ചു കളയാൻ ലിശ്ശവാ, അതിന് സാധിക്കുന്ന ഒരു നരകമുണ്ട്. ആ നരകത്തിൽ നിന്ന് മകനെ രക്ഷപ്പെടുത്താകുന്ന നമസ്കാരം എന്ന് പറയുന്ന കാര്യത്തിൽ പോലും നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണോ? നിങ്ങൾ 1 or 2 തവണ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണോ? ഫഅൻദർതുകും നാരൻ തലല്ലാ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലൈലിൽ പറയാ, ഫഅൻദർതുകും നാരൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തെ തൊട്ടതാ ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു, ഞാനിതാ മുന്നറിയിപ്പ് നൽകുന്നു. ഈ നരകത്തെ പറ്റി നിങ്ങൾ ഈ നരകത്തിൽ നിന്ന് മകനെ രക്ഷപ്പെടുത്താനുള്ള നമസ്കാരം എന്ന സുബൈ എന്ന് പറയുന്ന ആരാധനയിൽ 1, 2, 3 തവണ പറഞ്ഞ് നിങ്ങൾ അവസാനിപ്പിക്കാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതൊക്കെ തന്നെയല്ലേ നമ്മളും പറയുന്നത്? ഇതൊക്കെ തന്നെയാണ് നമ്മളും അടക്കം പറയുന്നത്. നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ കാലഘട്ടം അങ്ങനെയൊക്കെയാണ്, ലോകം അങ്ങനെയൊക്കെയാണ്, ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പറയുന്നത്. ആ പറച്ചിൽ തന്നെ ശരിയല്ലെന്നാ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, 2023 എന്ന് പറയുന്ന കാലഘട്ടത്തിനെ നമ്മൾ എന്താ പറയുക? ആധുനിക കാലഘട്ടം എന്നാണോ പഴയ കാലഘട്ടം എന്നാണോ പറയുക? എന്താ പറയുക? ആധുനിക കാലഘട്ടം. 2080 ആയാൽ ഈ 2023 എന്താ പറയുക? പഴയ കാലഘട്ടം. അപ്പോൾ 2080 എന്ത് പറയും? ആധുനിക കാലഘട്ടം എന്ന്. ഈ ആധുനികം എന്ന് പറയുന്ന തന്നെ ഒരു എന്താ പറയുക, ഒരു ആപേക്ഷികമാണ്. അതിനൊന്നും ഒരു അർത്ഥമില്ല. ഏത് കാലഘട്ടത്തിൽ ജീവിച്ചോട്ടെ, എവിടെ ജീവിച്ചോട്ടെ, ഓന് ദീനുണ്ടോ? പ്രശ്നമില്ല. അതാണ് നമ്മുടെ ചോദ്യം. അവൻ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നതല്ലതാ, സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല, സൗകര്യങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നല്ല. അവനിൽ ദീനുണ്ടോ? എന്നിൽ ദീനുണ്ടോ? നമ്മളിൽ ദീനുണ്ടോ? എവിടെ ജീവിച്ചാലും പ്രശ്നമില്ല, എവിടെ ജീവിച്ചാലും പ്രശ്നമില്ല. അതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞത്, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഉദൻ ഫമൻ തബിഅ ഉദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ദീനുണ്ടോ? ഉദയുണ്ടോ? സന്മാർഗമുണ്ടോ? ഇസ്ലാം അനുസരിച്ചാണോ ജീവിക്കുന്നത്? അവർ ദുഃഖിക്കേണ്ടി വരില്ല. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ നേരായ പാത. വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറ അൻആമിലെ 186-ാമത്തെ വചനം, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ നേരായ പാത. ആ പാത ഏതാ? ഇസ്ലാമാണ്.
അതിന് യൂട്ടേണുകളില്ല, അതിന് വേറൊരു വഴിയില്ല, വേറൊരു മാർഗമില്ല. അത് നേരെ ചൊവ്വയായ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പാതയാണ്. ആ പാതയിലൂടെയാണോ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ആ പാത നമുക്ക് നൽകുന്ന നിർഭയത്വത്തിൽ സമാധാനത്തോടെ വിശ്വാസപരമായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന ചോദ്യമാണ് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അങ്ങനെയെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പലതിനെയും പറയും, എന്തിനാ അള്ളാഹു കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞത്? വൽ അസർ, കാലം തന്നെയാണ് സത്യം. ആ കാലം ഏതുമാകട്ടെ, കൊറോണ കാലമാകട്ടെ, അതിന് ശേഷമുള്ള കാലഘട്ടമാകട്ടെ, അതിന് മുമ്പുള്ള കാലഘട്ടമാകട്ടെ, ഏത് കാലഘട്ടമാകട്ടെ, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ആ കാലത്തിന് മനുഷ്യർ എന്തൊക്കെ പേരിട്ടാലും, ആധുനികമെന്നും പഴയതെന്നും ഇപ്പോഴത്തതെന്നും അല്ലെ ഈ സാഹചര്യം എന്നൊക്കെ മനുഷ്യന് പേരിട്ടാലും, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരൊക്കെ തീരാനഷ്ടത്തിലാണ്. ആരൊഴികെ ഇല്ലല്ലദീന ആമനു, ഈമാനുണ്ടോ, വിശ്വാസം ശരിയാണോ, വഅമിലുസ്സോലിഹാത്ത്, അമലുസ്സോലിഹാത്തുകൾ നിർവഹിക്കുന്നുണ്ടോ, അമലുസ്സോലിഹാത്തുകളുണ്ടോ? പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ല. ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും എവിടെ ജീവിച്ചാലും അവനിൽ ദീനുണ്ടെങ്കിൽ പ്രശ്നമില്ല. ദീനുള്ളൊരു മകനെ, ദീനുള്ളൊരു മകളെ എവിടെ കൊണ്ടുപോയി ആക്കിയാലും, ഏത് ഹോസ്റ്റലിൽ കൊണ്ടുപോയി ചേർത്താലും പടച്ച റബ്ബിനെ പറ്റി പേടിയുള്ള പരലോക വിശ്വാസമുള്ളവനാണ് എങ്കിൽ അവനൊരു കുരുത്തക്കേടിലും ഒരു അപകടങ്ങളിലും പെടാതെ പോകും. അലം യഅലം ബി അന്നല്ലാഹ യറാ, അവരറിയുന്നില്ല അള്ളാഹ് കാണുന്നുണ്ട് എന്നത്. അവൻ അള്ളാഹു കാണുന്നുണ്ട്, അവളെ അള്ളാഹു കാണുന്നുണ്ട്. എവിടെ ജീവിച്ചാലും എത്രത്തോളം അല്ലേ, രാത്രി ആരുമില്ലാത്ത ഒരു ഇരുട്ടറയിൽ പോലും അവനവൻ്റെ ആ മൊബൈലിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ, ഒരു ഡിമ്മിൻ്റെ വെളിച്ചം പോലും ഇല്ല. ഒരു മൊബൈലിൻ്റെ സ്ക്രീനിൽ വരുന്ന വെളിച്ചം മാത്രമേ ഉള്ളൂ. ആ വെളിച്ചത്തിൽ പോലും താൻ ചെയ്യുന്ന കാര്യത്തെ അറിയുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബിൻ്റെ മുന്നിൽ ചോദ്യമുണ്ട്. ഈ ജീവിതത്തിനെ പറ്റിയുള്ള അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു ചോദ്യമുണ്ട്. അവനവൻ്റെ ആരാധനയെപ്പറ്റി, നമസ്കാരത്തെപ്പറ്റി, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ പറ്റിയുള്ള റബ്ബിൻ്റെ ഒരു ചോദ്യമുണ്ട് എന്ന ബോധ്യമുണ്ട് എങ്കിൽ, വിശ്വാസമുണ്ട് എങ്കിൽ, ആ പരലോക ചിന്തയുണ്ട് എങ്കിൽ, എവിടെ കൊണ്ടുപോയാക്കിയാലും എവിടെയാണ് എങ്കിലും പതറാതെ ഈ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ ദീനിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ദീനിനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ആ ദീനിനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ആലോചിച്ച് നോക്ക് നിങ്ങൾ, നമ്മൾ പുതുക്കുന്നത് എന്തിനെയാണ്? വാഹനം ഒരു 15 വർഷം കഴിഞ്ഞാൽ അത് റിന്യൂവലിന് കൊടുക്കും. വീട് ഇത്ര വർഷം കഴിഞ്ഞാൽ അതിൻ്റെ പെയിന്റ് അടിക്കും. അതൊക്കെ നമ്മൾ പുതുക്കാറുണ്ട്. നമ്മുടെ ദീനോ, നമ്മുടെ ഈമാനോ, നമ്മുടെ വിശ്വാസമോ? ആലോചിച്ച് നോക്ക് നിങ്ങൾ, അതിനെങ്ങനെയാ പുതുക്കുക? അതിനെ കൂടുതൽ റബ്ബിനെ അറിയുക, കൂടുതൽ ദീൻ പഠിക്കുക, അങ്ങനെയാ പുതുക്കുക. അങ്ങനെയാണ് വിശ്വാസം ഉണ്ടാവുക. മതപരമായി, വിശ്വാസപരമായി, ദീനിയായി നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഏറ്റവും ലളിതമായി നമ്മൾ ആലോചിക്കുക. ഒരു വർഷം കഴിയുമ്പോൾ മതപരമായ കാര്യത്തിൽ എനിക്ക് പുരോഗതി ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. 5 വക്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരാളാണെങ്കിൽ ആ ആൾ ഒരു വർഷം കഴിയുമ്പോഴേക്കും അവൻ്റെ റവാത്തിബ് സുന്നത്ത് കൃത്യമായിട്ടുണ്ടോ? റമദാനിൽ കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്ന ആളാണെങ്കിൽ അവൻ സുന്നത്ത് നോമ്പ്, പറയപ്പെട്ട സുന്നത്ത് നോമ്പുകൾ എത്രയുണ്ട്? വിശുദ്ധ ഖുർആനിൻ്റെ എത്ര ജുസ് മനപ്പാടമുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പം ഒരു ആയത്ത് കൂടുതൽ പഠിച്ചോ? ഒരു ആയത്തിൻ്റെ വിശദീകരണം കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചോ? ആരാധനകളും അങ്ങനെ ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഞാൻ ചെയ്യുന്ന ആരാധനകൾ തന്നെ അതന്നെ കുറഞ്ഞുകൊണ്ടേയിരിക്കുക. മതപരമായി എപ്പോഴും നമ്മൾ റിവേഴ്സ് ഗിയറിലും, ഭൗതികമായ കാര്യത്തിൽ എപ്പോഴും നമ്മൾ ഏറ്റവും ടോപ്പ് ഗിയറിലാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഏറ്റവും ലളിതമായി ചിന്തിച്ചാൽ മതി. കഴിഞ്ഞ വർഷം എനിക്ക് എൻ്റെ വരുമാനത്തേക്കാൾ, എൻ്റെ സാലറിയേക്കാൾ അത് ഇൻക്രിമെൻ്റായി, അത് കൂടി. എൻ്റെ ഭൗതിക സൗകര്യം കൂടി, എൻ്റെ വീടിൻ്റെ സൗകര്യം കൂടി.
എൻ്റെ ദുനിയവിയായ കാര്യങ്ങൾ എപ്പോഴും അത് കൊല്ലം കഴിയുമ്പോഴും വർഷം കഴിയുമ്പോഴും അതിങ്ങനെ ഡെവലപ്പായിക്കൊണ്ടേയിരിക്കുന്നു. മതപരമായ കാര്യോ ദീനിയായ കാര്യോ ആലോചിച്ച് നോക്ക് നിങ്ങൾ. ദീനിയായ കാര്യത്തിൽ എത്രമാത്രം സൂക്ഷ്മതയുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കാൻ ഒരു കാര്യം പറയാം. ഓരോ കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളോട് നേർക്ക് നേരെ പറഞ്ഞാൽ നമ്മളെ ഇസ്ലാമിലെ പല ഹറാമുകളും ഹലാലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പല ഹറാമുകളെയും നമ്മൾ എന്താക്കാണ് ഹലാലാക്കുന്ന ഒരു കാലഘട്ടമാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. മതപരമായി നമുക്ക് എന്താ ഉണ്ടാകേണ്ടത്? സത്യത്തിൽ നമ്മൾ ഖബറിലേക്ക് പരലോകത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുക ഓരോ ദിവസം കഴിയുമ്പോഴും. അപ്പോൾ കൂടുതൽ മതപരമായ ചെയ്യണ്ടേ? അപ്പോൾ വിദേശത്ത് നിന്നും വന്നൊരു മനുഷ്യൻ, ആ മനുഷ്യന് 2 മാസമാണ് ഇവിടെ ഉള്ളത്, നാട്ടിലുള്ളത് 2 മാസമാണുള്ളത്. 2 മാസം കഴിഞ്ഞാൽ റിട്ടേൺ പോകാനുള്ളതാണ്. ആ മനുഷ്യൻ വന്ന പാടുള്ള ഓട്ടപ്പാച്ചിലായിരിക്കൂല, ദുനിയാവിൽ ഓടുന്ന എല്ലാ കുടുംബക്കാരുടെ അടുക്കലേക്ക് പോകുന്ന മാതിരി ആയിരിക്കൂല. അവസാനം ഒരാഴ്ച ആകുമ്പോൾ നീ പോകാനുണ്ട്. അതിനുള്ള ഒരുക്ക നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ എന്താ, നമ്മൾ പരലോകത്തേക്കുള്ള യാത്രക്കാരാ. കുൻഫി ദുനിയാ കഅന്നക ഒരീബൻ അവഅബിറുസ് സബീൽ. നീ ദുനിയാവിലാരാ? ഈ ദുനിയാവിൽ നീ ഒരു യാത്രക്കാരനാ. ഈ ദുനിയാവിൽ നീ ഒരു മുസാഫിറാണ്. ആ മുസാഫിർ പരലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവനാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരു ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത്, ഒരു ദിവസം പിന്നിട്ടാൽ നിങ്ങൾ അറിയേണ്ടത് എന്താണ്? ഇർതഹലത്തി ദുനിയാ, ദുനിയാവിൽ നിന്ന് നിങ്ങൾ യാത്രയാവുകയാണ്. എന്നിട്ടോ പരലോകത്തേക്ക് നിങ്ങൾ അടുക്കുകയാണ്. പരലോകത്തിലേക്ക് നിങ്ങൾ അടുക്കുകയാണ്, ദുനിയാവിൽ നിന്ന് നിങ്ങൾ അകലുകയാണ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യം അതാണ്. നിങ്ങൾ പരലോകത്തിലേക്ക് അടുക്കുകയും ദുനിയാവിൽ നിന്ന് അകലുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ കൊല്ലം കഴിയുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഹറാമുകൾ പലതും ഹലാലായി മാറാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയാം. മഹറം എന്ന് പറയുന്നൊരു നിയമം ഇസ്ലാമിലെ എത്ര പേര് പാലിക്കാറുണ്ട്? എത്ര പേർക്ക് അറിയാം? ഏറ്റവും ദീനിയായ ഒരു കുടുംബം എന്ന് പറയുന്നിടത്ത് പോലും മഹറം കൃത്യമായി നടക്കാറുണ്ടോ? ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അവളൊരു ദൂരയാത്രക്ക് പോകുമ്പം ആരെ കൂടെ പോകണമെന്നതിനെ പറ്റിയുള്ള ഇസ്ലാമികമായൊരു നിയമമാണ്. പക്ഷെ ആ നിയമത്തെ എത്ര പേര് പാലിക്കാറുണ്ട്? നമ്മൾ ആ മഹറം എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ നിയമത്തെ കസിൻ എന്ന പേരിൽ പൊളിച്ചില്ലേ? ആലോചിക്കി, കസിൻ എന്ന പേരിൽ നമ്മൾ അതിനെ മാറ്റി പുതുക്കിയില്ലേ? ആരാ അത്? അവളുടെ ആങ്ങളെയാണോ? അവളുടെ ഭർത്താവാണോ? അവളുടെ ഒപ്പയാണോ? ആലോചിച്ച് നോക്കി. അല്ല, അവളുടെ കസിനാ. ആ കസിൻ എന്ന പേരോടുകൂടി മഹറം എന്നത് നമ്മൾ മാറ്റി. ഇങ്ങനെ നമ്മൾ ഇസ്ലാമിലെ ഹറാമുകളെ ഹലാലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉദൈഫ റളിയല്ലാഹു അൻഹു പറയുന്ന വല്ലാത്തൊരു വാചകമുണ്ട്. നിങ്ങൾ ഫിത്നയിലാണ്, കുഴപ്പത്തിലാണ് എന്ന് നിങ്ങൾ അറിയണം. കുഴപ്പത്തിലാണെന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്താണ് ആ കാര്യം? ഹറാമായ പലതും ഹലാലാകുന്ന ഒരു കാലഘട്ടം വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മതപരമായ ഫിത്നയിലാണ് എന്ന്. മതപരമായ ഫിത്നയിലാണ് എന്ന്. ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു 80 പെൺകുട്ടികളുണ്ടെന്ന് കരുതാം, മുസ്ലിം പെൺകുട്ടികൾ. ദീനിയായ പ്രോഗ്രാമൊന്നുമല്ല, ദീനിയായ പരിപാടിയൊന്നുമല്ല. അവിടെയുള്ള 80 പെൺകുട്ടികളിൽ ഏറെക്കുറെ 50ഓ 40ഓ, ഞാൻ എണ്ണം പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകണ്ട, ഏറ്റവും കൂടുതലും ചുണ്ട് ചോപ്പിച്ചവരായിരിക്കും. ആലോചിച്ച് നോക്കി നിങ്ങൾ ആലോചിച്ച് നോക്കി. നമുക്ക് എവിടെയാണുള്ളത്? നമ്മൾ ദീനിയായ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്, മതപരമായ പരലോകത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ ഓരോ വർഷം കഴിയുമ്പോഴും ഹറാമിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ വെട്ടി ഹലാലാക്കുന്ന, ഹലാലിലേക്ക് സാധൂകരിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മളുള്ളത്? വേഷം, വസ്ത്രമൊക്കെ ഓരോന്നും എടുത്തു നോക്കി നിങ്ങൾ. ഒരു മനുഷ്യന് ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഓനെ ഏജ് ആകുമ്പോൾ അഅ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ,
എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 60-നും 70-നും ഇടയിലാണെന്ന് റസൂലുള്ള. ആ 60-ഉം 70-ഉം എത്തിയാൽ തന്നെ ഈ ആഫിയത്ത് ഉണ്ടാകോ? ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റോ? അവനവൻ്റെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റോ? അവൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന ശേഷി ഉണ്ടാകുമോ?